നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. സംസ്ഥാന സർക്കാർ കർഷകരെ ചതിക്കുന്നത് ഇത് ആദ്യമായിട്ടല്ല. നെല്ല് സംഭരണത്തിന്റെ കുടിശ്ശികയുടെ പേരിൽ കർഷകരെ വെട്ടിലാക്കിയ സർക്കാർ ഇപ്പോൾ വീണ്ടും കർഷകരെ ഷോക്കടിപ്പിക്കുകയാണ്. കൃഷി വകുപ്പിനോടൊപ്പം വൈദ്യുതി വകുപ്പും കൂടി ചേർന്നാണ് ഇക്കുറി കർഷകരെ കഷ്ടത്തിലാക്കുന്നത്. കർഷകർക്ക് വൈദ്യുതി സൗജന്യം എന്ന വാഗ്ദാനത്തിൽ നിന്നുമാണ് സർക്കാർ പിന്നോട്ട് പോകുന്നത്. വൈദ്യുതി സൗജന്യമായി നൽകിയതിന് കൃഷി വകുപ്പ് നൽകേണ്ട 186.53 കോടി രൂപ കുടിശ്ശികയായതോടെയാണ് KSEB കർഷകർക്ക് നേരിട്ട് നോട്ടീസ് അയച്ചു തുടങ്ങിയത്. തുക അടച്ചില്ലെങ്കിൽ വൈദ്യുതി വിച്ഛേദിക്കുമെന്നാണ് ഭീഷണി. ഈ ഭീഷണിയിൽ കുരുങ്ങിയിരിക്കുകയാണ് കർഷകർ. KSEBയുടെ കണക്കനുസരിച്ച് സംസ്ഥാനത്ത് 2,582,796 കർഷകർക്ക് സൗജന്യമായിട്ട് വൈദ്യുതി നൽകുന്നുണ്ട്. ഇതിന്റെ പണം കൃഷി വകുപ്പ് ബോർഡിന് നൽകണം. അതാണ് വലിയ കുടിശ്ശികയായിട്ട് ഇപ്പോൾ മാറിയത്. കൂടുതൽ ഉപഭോക്താക്കളുള്ള പാലക്കാട് ജില്ലയിൽ 50 കോടി രൂപയാണ് കുടിശ്ശിക. വരൾച്ച ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ജില്ലയാണ് പാലക്കാട്. ഇവിടുത്തെ കർഷകരെയാണ് സർക്കാർ ഏറ്റവും കൂടുതൽ വഞ്ചിച്ചിരിക്കുന്നത്. ഇവിടെ കൃഷി മുന്നോട്ട് പോകണമെങ്കിൽ പമ്പ് സെറ്റുകളുടെ ഉപയോഗം പതിവാണ്. ഇപ്പോഴത്തെ നിലയിൽ കണക്ഷൻ വിച്ഛേദിച്ചാൽ അത് വലിയ പ്രഹരമാണ് കർഷകർക്കുണ്ടാകുക. പദ്ധതിയിൽ ആദ്യമായിട്ടാണ് കർഷകർക്ക് നേരിട്ട് നോട്ടീസ് ലഭിക്കുന്നത്. കർഷകർക്ക് കൃഷി ഭവനുകളെ സമീപിക്കുന്നുണ്ടെങ്കിലും പ്രശ്നം മേലുദ്യോഗസ്ഥരെ അറിയിക്കുന്നതല്ലാതെ കൃഷി ഉദ്യോഗസ്ഥർക്കും ഒന്നും ചെയ്യാനില്ല. കുടിശ്ശിക തീർപ്പാക്കാൻ KSEB ഒറ്റത്തവണ തീർപ്പാക്കൽ പ്രഖ്യാപിച്ചതിനാൽ വൈദ്യുതി സൗജന്യമല്ലാത്ത സ്ഥിതിയായി. 25,000 രൂപ വരെയാണ് പലരുടെയും കുടിശ്ശിക. നടപടി ഭയന്ന് പണമടച്ച ചില കർഷകരുമുണ്ട്. വൈദ്യുതിയുടെ തുക കൃഷിവകുപ്പ് കർഷകന്റെ അക്കൗണ്ടിലേക്ക് നൽകുകയും അവിടെ നിന്നും ഓട്ടോ ഡെബിറ്റ് സംവിധാനത്തിലൂടെ KSEBയുടെ അക്കൗണ്ടിലേക്ക് പോവുകയും ചെയ്യുന്ന സംവിധാനമാണ് നിലവിലുള്ളത്. വൈദ്യുതിയുടെ പണമടക്കുന്നതിന് കർഷകരുടെ ഗ്രൂപ്പുകളിൽ രൂപീകരിക്കാൻ 2 വർഷം മുൻപ് കൃഷി വകുപ്പ് ശ്രമിച്ചുവെങ്കിലും കർഷകരും ഉദ്യോഗസ്ഥരും എതിർത്തു. ഗ്രൂപ്പുകളുടെ രൂപീകരണം കൂടുതൽ പ്രശ്നമുണ്ടാക്കുമെന്ന് ചൂണ്ടിക്കാട്ടി പാലക്കാട്ടെ ഒരു വിഭാഗം കർഷകർ ഹൈക്കോടതിയെ സമീപിച്ചതിനെ തുടർന്ന് തീരുമാനം ഉപേക്ഷിക്കുകയും നിലവിലെ സംവിധാനം നടപ്പാക്കുകയും ചെയ്തു. ഗ്രൂപ്പ് രൂപീകരണം സംബന്ധിച്ച് തർക്കം നടന്ന 1.5 വർഷത്തോളം വൈദ്യുതി നിരക്ക് അടച്ചില്ല. അതാണ് ഇപ്പോഴും കുടിശ്ശികയായി തുടരുന്നത്. ഇപ്പോൾ ഗഡുക്കളായി ചെറിയ തുകകൾ അനുവദിക്കുന്നുണ്ടെങ്കിലും അത് കുടിശ്ശികയുടെ പലിശയ്ക്ക് മാത്രമേ തികയുന്നുള്ളൂ. 2022 നവംബറിൽ കുടിശ്ശിക വർദ്ധിച്ചപ്പോൾ KSEB കൃഷി വകുപ്പിന് നോട്ടീസ് നൽകിയിരുന്നു. തുടക്കത്തിൽ നെൽകർഷകർക്ക് മാത്രമായിരുന്ന ആനുകൂല്യം പിന്നീടാണ് വ്യാപിപ്പിച്ചത്. 5.5 ഏക്കറിൽ താഴെ കൃഷി ചെയ്യുന്നവർക്കാണ് സൗജന്യമായി വൈദ്യുതി നൽകുന്നത്. അതേസമയം കർഷകരുടെ പ്രശ്നം എത്രയും വേഗം പരിഹരിക്കണം എന്നാണ് കർഷകർ പറയുന്നത്. വൈദ്യുതി വകുപ്പുമായി ആശയവിനിമയം നടത്തിക്കൊണ്ട് അടുത്ത ദിവസം ധനവകുപ്പുമായി ചർച്ച ചെയ്യും. കർഷകരുടെ പ്രശ്നം പൂർണ്ണമായും പരിഹരിക്കും. അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന നടപടി ഉണ്ടാകില്ല എന്നും P. പ്രസാദ് പറയുന്നു. അതേസമയം പുതുവർഷത്തിൽ വൈദ്യുതി വകുപ്പ് പൊതുജനങ്ങൾക്ക് ഇരുട്ടടി നൽകാനുള്ള വഴി അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. പുതുവർഷത്തിൽ സർചാർജ് തുടരുമെന്ന് KSEB അറിയിച്ചു. അധിക ബാധ്യത എന്ന് പറഞ്ഞ് 19 പൈസ സർചാർജ് ഏർപ്പെടുത്തിയതാണ് ജനങ്ങൾ KSEB ഇരുട്ടടി നൽകുന്നത്. നേരിട്ട് 10 പൈസ ചുമത്തിയും പുതിയതായിട്ടുള്ള 9 പൈസയും ചേർന്നാണ് ഈ സർചാർജ് ഈടാക്കുന്നത്. നവംബറിൽ അധികമായി വൈദ്യുതി വാങ്ങാൻ ചെലവിട്ട പണമാണ് സർചാർജ് ആയി ഈടാക്കുന്നതെന്ന് പറയുമ്പോഴും KSEBയുടെ ശമ്പള ചെലവും പെൻഷൻ ബാധ്യതയും പെരുകുന്നത് ജനങ്ങളുടെ തലയിൽ കെട്ടിവെക്കുന്നതായിട്ട് ആക്ഷേപം ഉയരുന്നുണ്ട്. 2022-23 സാമ്പത്തിക വർഷത്തിൽ 2 കോടിയിലധികം രൂപയാണ് KSEBയുടെ പെൻഷൻ ബാധ്യത. 2021-22 വർഷത്തിലെ ബാധ്യത 2,37,069 കോടി രൂപയായിരുന്നു. ജനങ്ങളിൽ നിന്നും ഇതുമായി ബന്ധപ്പെട്ട തെളിവെടുപ്പ് നടത്താനിരിക്കുകയാണ് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ. ജനുവരി 4-നാണ് ഇത് നടത്തുക. ഏപ്രിലിൽ ഈ ബാധ്യത കൂടി ചേർത്താകും നിരക്ക് വർധനയെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. പെൻഷൻ ബാധ്യത മാത്രമല്ല, അടുത്ത വർഷത്തെ ശമ്പള വർധന കൂടി കണക്കിലെടുക്കുമ്പോൾ 480 കോടി രൂപ അധിക ബാധ്യതയാകും ഉണ്ടാവുക. ഇത് കൂടി കണക്കിലെടുത്ത് താരിഫ് ഉയർത്താനാണ് KSEB കമ്മീഷനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്.